പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു മനുഷ്യൻ്റെ കുറവുകളെക്കുറിച്ച് അവന് ബോധ്യം വരുന്നത് മറ്റൊരാൾ അവൻ്റെ കുറവുകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. അല്ലാത്ത പക്ഷം അവൻ സ്വയം വിചാരിക്കുന്നത് ഞാൻ ഓക്കെയാണ് എന്നതുപോലെ. ദൈവത്തെക്കുറിച്ച് അനവധി പ്രാവശ്യം കേട്ട ഒരു വ്യക്തിക്ക് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരണമെന്നില്ല. എന്നാൽ അവൻ ദൈവത്തെ ദർശിച്ചാൽ, ദൈവത്തെ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവിക അനുഭവം അനുഭവിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാകും, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ, കുറവുള്ള വ്യക്തി, പോരായ്മയുള്ള വ്യക്തി, പാപിയായ വ്യക്തി എന്നവന് തിരിച്ചറിയും. അതേ കാര്യമാണ് ജോബിനും ഇവിടെ സംഭവിച്ചത്. ജോബിന്റെ പുസ്തകം 42:5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ദൈവത്തെ കണ്ടുമുട്ടിയ ജോബ് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജോബിൻ്റെ നന്മ പ്രവൃത്തികളെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തയുണ്ടായിരുന്നത്. ഞാൻ ഓക്കെയാണ്. ഞാൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോബ് പറയുകയാണ്, ജോബിന്റെ പുസ്തകം 42:6 അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊണ്ടോ വലിയൊരു വ്യത്യാസം. ദൈവത്തെ കണ്ടെത്തുന്ന വ്യക്തിക്കാണ് ശരിക്കുള്ള ഒരു മാനസാന്തരം സംഭവിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നാം കാണുക, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തെ കണ്ട, ദൈവത്തെ ദർശിച്ച യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. യെശയ്യാ ഒരു പ്രവാചകനാണ്. പ്രവാചകനായ യെശയ്യാ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, തൻ്റെ കുറവുകളെക്കുറിച്ച്, ന്യൂനതകളെക്കുറിച്ച് തികച്ചും ബോധ്യവാനായി തീർന്നു. അതുപോലെ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ ധനികനായ യുവാവ് യേശുവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ യേശു തിരിച്ചും ചോദിച്ചു. അവനെല്ലാം നിയമങ്ങൾ പാലിക്കുന്നവനാണെന്ന് അവൻ അഭിമാനത്തോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിന്റെ സമ്പത്ത് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. ദൈവത്തെ കണ്ട ധനികനായ യുവാവ് അവൻ്റെ കുറവുകളെക്കുറിച്ച് ദൈവം സൂചിപ്പിക്കുന്നത് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അതുപോലെ നമ്മുടെയെല്ലാം കുറവുകൾ, നമ്മുടെയെല്ലാം ന്യൂനതകൾ, നമ്മുടെയെല്ലാം പോരായ്മകൾ, നമ്മുടെയെല്ലാം ആ തിന്മകൾ, ഇത് നമുക്ക് ബോധ്യം വരുന്നത് നാം ദൈവത്തെ കാണുമ്പോഴാണ്. അതുവരെ നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ നല്ലവനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പരിശുദ്ധനാണ്, എന്നെപ്പോലെ എല്ലാവരും ആയി തീർന്നാൽ മതി, ഞാനൊരു വിശുദ്ധനാണ്. ഈ ധാരണ അതിലംഘിക്കുന്നത് ദൈവത്തെ കാണുമ്പോഴാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കുറവുകളെ അംഗീകരിക്കുമ്പോഴാണ്, അത് തിരുത്തുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. ദൈവത്തെ കാണുമ്പോൾ എൻ്റെ പാപാവസ്ഥകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് അതുമായി ബന്ധം വിട്ട് ഞാൻ പുതിയൊരു ജീവിതം നയിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. കർത്താവെ, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചറിയാൻ, അങ്ങയെ കാണുവാൻ, അങ്ങയെ ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു മനുഷ്യൻ്റെ കുറവുകളെക്കുറിച്ച് അവന് ബോധ്യം വരുന്നത് മറ്റൊരാൾ അവൻ്റെ കുറവുകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. അല്ലാത്ത പക്ഷം അവൻ സ്വയം വിചാരിക്കുന്നത് ഞാൻ ഓക്കെയാണ്
എന്നതുപോലെ ദൈവത്തെക്കുറിച്ച് അനവധി പ്രാവശ്യം കേട്ട ഒരു വ്യക്തിക്ക് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരണമെന്നില്ല. എന്നാൽ അവൻ ദൈവത്തെ ദർശിച്ചാൽ, ദൈവത്തെ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവിക അനുഭവം അനുഭവിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാകും, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ, കുറവുള്ള വ്യക്തി, പോരായ്മയുള്ള വ്യക്തി, പാപിയായ വ്യക്തി എന്നവന് തിരിച്ചറിയും. അതേ കാര്യമാണ് ജോബിനും ഇവിടെ സംഭവിച്ചത്. ജോബിന്റെ പുസ്തകം 42:5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ദൈവത്തെ കണ്ടുമുട്ടിയ ജോബ് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജോബിന്റെ നന്മ പ്രവൃത്തികളെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തയുണ്ടായിരുന്നത്. ഞാൻ ഓക്കെയാണ്. എന്നാൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോബ് പറയുകയാണ്, ജോബിന്റെ പുസ്തകം 42:6 അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൊണ്ടോ വലിയൊരു വ്യത്യാസം. ദൈവത്തെ കണ്ടെത്തുന്ന വ്യക്തിക്കാണ് ശരിക്കുള്ള ഒരു മാനസാന്തരം സംഭവിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നാം കാണുക, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തെ കണ്ട, ദൈവത്തെ ദർശിച്ച യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. യെശയ്യാ ഒരു പ്രവാചകനാണ്. പ്രവാചകനായ യെശയ്യാ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, തൻ്റെ കുറവുകളെക്കുറിച്ച്, ന്യൂനതകളെക്കുറിച്ച് തികച്ചും ബോധ്യവാനായി തീർന്നു. അതുപോലെ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ ധനികനായ യുവാവ് യേശുവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ യേശു തിരിച്ചും ചോദിച്ചു. അവനെല്ലാം നിയമങ്ങൾ പാലിക്കുന്നവനാണെന്ന് അവൻ അഭിമാനത്തോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിന്റെ സമ്പത്ത് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. ദൈവത്തെ കണ്ട ധനികനായ യുവാവ് അവൻ്റെ കുറവുകളെക്കുറിച്ച് ദൈവം സൂചിപ്പിക്കുന്നത് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അതുപോലെ നമ്മുടെ എല്ലാം കുറവുകൾ, നമ്മുടെ എല്ലാം ന്യൂനതകൾ, നമ്മുടെ എല്ലാം പോരായ്മകൾ, നമ്മുടെ എല്ലാം ആ തിന്മകൾ, ഇത് നമുക്ക് ബോധ്യം വരുന്നത് നാം ദൈവത്തെ കാണുമ്പോഴാണ്. അതുവരെ നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ നല്ലവനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പരിശുദ്ധനാണ്, എന്നെപ്പോലെ എല്ലാവരും ആയി തീർന്നാൽ മതി, ഞാനൊരു വിശുദ്ധനാണ്. ഈ ധാരണ അതിലംഘിക്കുന്നത് ദൈവത്തെ കാണുമ്പോഴാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കുറവുകളെ അംഗീകരിക്കുമ്പോഴാണ്, അത് തിരുത്തുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. ദൈവത്തെ കാണുമ്പോൾ എൻ്റെ പാപാവസ്ഥകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് അതുമായി ബന്ധം വിട്ട് ഞാൻ പുതിയൊരു ജീവിതം നയിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നത്. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചറിയാൻ, അങ്ങയെ കാണുവാൻ, അങ്ങയെ ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.